ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധാകൃഷ്ണനും സിദ്ധാർത്ഥനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. രാധാകൃഷ്ണൻ പറയാണ്, നന്ദന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. പഴയ സംസാരങ്ങൾക്കൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ എടുത്തുചാടി സംസാരിച്ചു പോയതാണ്. നമ്മൾ തമ്മിൽ ഇപ്പോഴും എപ്പോഴും നല്ലൊരു ബന്ധം വേണം. ഇത് കേട്ട സിദ്ധാർത്ഥ് പറയാണ്, സാരമില്ലടോ, എന്തായാലും താനിപ്പോൾ ഞങ്ങളെ അനുകൂലിച്ചല്ലോ. മാത്രമല്ല മന്ത്രിയെ കാണാൻ അവസരമൊരുക്കി തരാമെന്നും പറഞ്ഞല്ലോ. നമ്മളൊക്കെ മുൻപും ഇതുപോലെ തന്നെയല്ലായിരുന്നോ? പാർട്ടി പ്രവർത്തനങ്ങളിൽ പരസ്പരം വഴക്കുണ്ടാക്കിയും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെയല്ലേ പോയിരുന്നത്. അതുകൊണ്ട് പഴയതൊന്നും മനസ്സിൽ വെക്കേണ്ട. ദേവികയും മുരളിയും പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കുകയാണ്. ദേവിക പറയാണ്, രാധാകൃഷ്ണൻ ഇന്ന് സംസാരിച്ചത് വലിയ കുഴപ്പമില്ലാതെയാണ്. ഇത് കേട്ട് മുരളി പറയാണ്, അയാളെ വിശ്വസിക്കേണ്ട, അയാളൊരു കുറുക്കനാണ്, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ മറ്റു പല വഴികളിലും മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സാർ എന്തിനാ ഈ രാധാകൃഷ്ണനെ കാലു പിടിക്കുന്നത്? അടുത്ത രംഗത്തിൽ ഗിരീഷും ദേവികയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. ഗിരീഷ് പറയാണ്, അതേ ദേവിക, താനിപ്പോൾ എവിടെയാ? എന്തിനാ സാർ വെറുതെ ആ രാധാകൃഷ്ണനെ കാലു പിടിക്കുന്നത്? ഇത് കേട്ട് ദേവിക പറയാണ്, ഇല്ല ഗിരിയേട്ടാ, അച്ഛൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് മറ്റു വഴികൾ നോക്കുന്നുണ്ട് എന്തായാലും. ഗിരീഷ്, എനിക്ക് ദേവികയോട് ഒരു കാര്യം പറയാനുണ്ട്. പേടിക്കാനൊന്നും നിൽക്കേണ്ട. പ്രകാശൻ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് അവൻ നല്ലവനായിട്ട് നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയും രജനിയെയും അവനെ തലയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദേവിക ഒരു ഞെട്ടലോടെ പറയാണ്, അവനെന്തിനാ അങ്ങോട്ട് വന്നത്? പരോളിൽ ഇറങ്ങിയിരിക്കുകയാണോ? അയ്യോ ഗിരിയേട്ടാ, ഇതിപ്പോ എന്തൊരു ദുസൂചനയായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഗിരീഷ് പറയാണ്, അതെ, എന്തൊരു ചതിയുമായിട്ടാണ് അവൻ വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അവൻ അങ്ങോട്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ഞാൻ തന്നത്. എല്ലാവരോടും ഇത് പറയണം. ഫോൺ വെച്ച ശേഷം മുരളിയോട് ദേവിക പറയാണ്, പ്രകാശൻ പുറത്തിറങ്ങി. ഇത് കേട്ട് മുരളി പറയാണ്, എന്തോ ഒരു അപകടമുണ്ട്. ആ ചതിയൻ വീണ്ടും എന്തോ ഒരു കാര്യം ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അടുത്ത രംഗത്തിൽ ഭാർഗവിയും ഗൗരിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഗൗരി പറയാണ്, അമ്മ ഇപ്പോൾ അങ്ങോട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണ്ട. കാരണം അവിടെ ഒരു വിധത്തിൽ പ്രഭയെ സിദ്ധാർത്ഥനെങ്കിലും ദേവികയും ചേർന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഭാർഗവി പറയാണ്, ഏയ് പ്രഭക്കുഞ്ഞ് അങ്ങനെ ഒതുങ്ങിയിരിക്കണ്ട. കാരണം സങ്കടമുള്ളിൽ ഒതുക്കിയാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. ഞാൻ പോയി എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചാൽ ആ സങ്കടം കുറയും. ഇത് കേട്ട ഗൗരി പറയാണ്, അമ്മ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കൂടുതൽ പ്രശ്നം വഷളാകും. എങ്കിൽ പിന്നെ മുരളിയേട്ടനോട് പറഞ്ഞിട്ട് പോയാൽ പോരെ. ഇത് കേട്ട ഭാർഗവി പറയാണ്, ദേ, മുരളി എൻ്റെ മകനാണ്, അല്ലാതെ എൻ്റെ അപ്പനല്ല. പിന്നെ പ്രഭക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് എനിക്ക് പോയാൽ മതിയാകും. അവർക്കാർക്കും ഒരു ക്ഷോഭവുമില്ല. പ്രഭക്കുഞ്ഞിന് മാത്രമേ വിഷമമുള്ളൂ. ഗൗരി, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? പെറ്റമ്മയ്ക്കുള്ള വിഷമം ഭാര്യയ്ക്കും അച്ഛനും എല്ലാവർക്കും കാണില്ലേ അമ്മേ? ഭാർഗവി, അത് പിന്നെ അവർ പുറത്ത് കാണിക്കാതെ നടക്കുന്നു മാത്രം. നീ അധികം സംസാരിക്കേണ്ട. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അടുത്ത രംഗത്തിൽ ഐസക്കും കെവിനും ഇസബെല്ലയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഐസക് ദേഷ്യത്തോടെ പറയാണ്, ഇനി എൻ്റെ തൊപ്പി ഊരി വെച്ച് കെവിനെ നിന്റെ കമ്മിറ്റിയിൽ എന്തെങ്കിലും സെക്യൂരിറ്റിയുടെ ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം. കെവിനും ഇസബെല്ലയും പറയാണ്, എന്താ പാപ്പ, എന്തുപറ്റി? ഐസക്, നിന്റെ കൂടെ നിന്നതിന് എനിക്ക് DGPയുടെ കടുത്ത ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അയാൾ എന്നെ വിളിച്ചിരുന്നു ലാസ്റ്റ് വാണിംഗ് തരാനായിട്ട്. ഇനി ഈ ജോലി പ്രതീക്ഷിക്കണ്ട. ഇത് പോകുമെന്ന് തോന്നുന്നു. 5ഓളം തവണ ഞാൻ നല്ല ഓഫീസറാണെന്ന് പറഞ്ഞ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഇനി താഴെ വീഴു പോവുകയാണ്. ഇനി ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങേണ്ടി വരും. ഇത് കേട്ട കെവിനും ഇസബെല്ലയും പറയാണ്, സാർ ടെൻഷൻ അടിക്കാതെ ഇരിക്ക്. ഐസക്, എങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കും? നന്ദിനിയെയും റഷ്യയെയും കണ്ടെത്താത്ത പക്ഷം എൻ്റെ തൊപ്പി തെറിക്കും, അത് ഉറപ്പാണ്. എല്ലാം ഇസബെല്ലയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് കേട്ട് ഇസബെല്ല സങ്കടത്തോടെ പറയാണ്, പാപ്പ സോറി, പാപ്പന് ബുദ്ധിമുട്ടായല്ലേ, എന്നോട് ക്ഷമിക്കണം. ഐസക് പറയാണ്, ശരിക്കും ഞാൻ തന്നെയാണ് എന്നെ ചതിച്ചത്. കാരണം നീ ഒരു ചെറിയ കുട്ടിയാണ്. നീ വഴിതെറ്റി പോകുന്ന സമയത്ത് പറഞ്ഞു തരേണ്ടത് എൻ്റെ കടമയായിരുന്നു. അത് ഞാൻ ചെയ്യില്ല. മറിച്ച് നിന്റെ കൂടെ നിന്ന് നിന്നെ നാശാക്കി വിട്ടു. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, പാപ്പൻ ഇനി എന്നെ ഒന്നിനും സഹായിക്കേണ്ട. എല്ലാം ഞാൻ അനുഭവിച്ചോളാം. എന്താണെന്ന് വെച്ചാൽ പാപ്പൻ തീരുമാനിച്ചോളൂ. ഐസക് പറയാണ്, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും വിധേന നന്ദനെയോ ഋഷിയെയോ കണ്ടെത്തണം. അല്ലെങ്കിൽ ആകെ കാര്യങ്ങൾ കുഴപ്പത്തിലാകും. പ്രഭാവതിയും ഭാർഗവിയും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ഭാർഗവി പറയാണ്, കുഞ്ഞെ, ഈ കോഫി കുടിക്കേ. പ്രഭാവതി മറുപടി പറയാണ്, എങ്ങനെയാ ഭാർഗവി? എനിക്കറിയില്ല. എൻ്റെ മോനെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ.
സത്യം പറഞ്ഞാൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നുന്നു. ഇത് കേട്ട ഭാർഗവി പറയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോയിട്ട് നിരാഹാരം ഇരുന്നാൽ നമ്മുടെ നന്ദമോനെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പ്രഭാവതി മറുപടി പറയാണ്, ഇനി ആരും ഒരു മുൻകൈയും എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ തെരുവിലേക്ക് ഇറങ്ങും. എനിക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല ഭാർഗവി. നാളെ എൻ്റെ മോന്റെ ജന്മദിനമാണ്. അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇത് കേട്ട ഭാർഗവി പറയാണ്, ദേവിക അവനുള്ള പൂജകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. നാളത്തെ ദിവസം ജന്മദിനമാണല്ലോ, അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും നല്ല വാർത്ത കേൾക്കാൻ കഴിയും. അടുത്ത രംഗത്തിൽ പ്രകാശന്റെ വരവാണ് കാണിക്കുന്നത്. പ്രഭാവതിയുമായിട്ടുള്ള സംഭാഷണമാണ്. കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇത് മീരക്കുഞ്ഞിനെ, അതെ, മീരക്കുഞ്ഞിനെ കൊന്നവൻ. ഇറങ്ങട പുറത്ത്, ഞങ്ങളിപ്പോൾ നാട്ടുകാരെ കൂട്ടും, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ജയിൽ ചാടി വന്നതാണല്ലേ? ഇത് കേട്ട പ്രകാശ് പറയാണ്, ആൻറ്റി എന്നോട് ക്ഷമിക്കണം. അയ്യോ അല്ല, ഞാൻ ജയിലിൽ ചാടി വന്നതല്ല. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട ഭാർഗവി പറയാണ്, ഒന്നും പറയണ്ട, സിദ്ധാർത്ഥൻ സാറിനെ ഞങ്ങൾ എപ്പോൾ വിളിക്കും. ഇത് കേട്ട പ്രകാശൻ, ആ എങ്കിൽ അങ്കിളിനെയും കൂടി വിളിക്ക്. എനിക്ക് അങ്കിളിനോടും കൂടി സംസാരിക്കണം. പ്രഭാവതി, ഭാർഗവി നിൽക്ക്, അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് കേൾക്കാം. പ്രകാശൻ പറയാണ്, മീരയെ ഞാനല്ല കൊന്നത്. പ്രഭാവതി ദേഷ്യത്തോടെ പറയാണ്, ദാ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മീര എന്നുള്ള വാക്ക് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇത് കേട്ട പ്രകാശൻ, ആൻറ്റി എനിക്ക് കുറച്ച് വെള്ളം വേണം. ഭാർഗവി പറയാണ്, ഇറങ്ങിപ്പോടാ, വെള്ളവുമില്ല ഒന്നുമില്ല. ഇത് കേട്ട പ്രഭാവതി, ഭാർഗവി വെള്ളം എടുത്തിട്ട് വാ. പ്രഭക്കുഞ്ഞെ, നീ ഇവിടെ നിൽക്കണ്ട, നീയും കൂടി എൻ്റെ കൂടെ വാ. വെള്ളം കുടിച്ച ശേഷം പ്രകാശൻ പറയാണ്, പ്രഭാവതി പറയാണ്, നിനക്കെന്താ പറയാനുള്ളത്? പ്രകാശൻ, ഞാൻ മീരയെ കൊന്നിട്ടില്ല. ഭാർഗവി, എന്ത്? മീരയെ നീയല്ലാതെ പിന്നെ ആര് കൊല്ലാനാ? ദേ നോക്ക് പ്രഭക്കുഞ്ഞെ, ഇവൻ നുണ പറയുകയാണ്. ഇവൻ എന്തോ ചതിയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പ്രഭാവതി, നിർത്ത് ഭാർഗവി, ഇവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം. അതെ, നീയല്ലേ ഇത് ആരെ കൊന്നത്? പ്രകാശൻ, അന്ന് ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അരുന്ധതിയുടെ ആൾക്കാരാണ് മീരയെ കൊല്ലാനായിട്ട് വന്നത്. നന്ദനും ഗുണ്ടകളും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ഗുണ്ട പറയാണ്, അതേ സാറേ, ഒരു കാര്യം അറിയിക്കാനുണ്ട്. പിന്നെ സാർ കൊന്നില്ല ആ ഋഷിയുടെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട, പോലീസ് ഇപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രകാശ് സാറാണ് ഈ കാര്യം അറിയിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ അരുന്ധതിക്ക് മീരയുടെ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് കാണിക്കുന്നത്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.